ആദരണീയനായ ഇസ്ഹാഖ് ബാഖവി, സ്വലാഹുദ്ദീൻ ഫൈസി എന്നിവർ, ബഹുമാന്യരായ തങ്ങളവർകളെ, എന്റെ ബഹുമാന്യ സുഹൃത്ത് ഉമർ ഫാറൂഖ് ഹുദവി തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ സവിശേഷമായ പ്രതിഷേധ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരെ, അനുഭാവികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സമ്മേളനം നമ്മളിവിടെ സംഘടിപ്പിച്ചതിന്റെ സാഹചര്യം ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. ബഹുമാന്യനായ ഉസ്താദ് ഇസ്ഹാഖ് ബാഖവിയുടെ പ്രസംഗത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ബോധ്യമായത്, ഈ തിരൂരങ്ങാടിയും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള പള്ളിയും മദ്രസയുമൊക്കെ വിഘടിത വിഭാഗം നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ അവരാണത്രേ വളരെ സജീവമായി പ്രവർത്തിക്കുന്നത്. നാടാകെ പിടിച്ചുകുലുക്കിയ കേസവിവാദം വന്ന കാലത്ത് പോലും നമ്മുടെ പ്രവർത്തകർ വേണ്ടത്ര പ്രതികരിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശത്ത് സമസ്തയുടെ പ്രവർത്തകരൊക്കെ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടണമെങ്കിൽ പിന്നെ അതിനുള്ള ഏക മാർഗം കാന്തൂർ എ പി അബൂബക്കർ മുസ്ലിയാർ എന്തെങ്കിലും പൊട്ടപ്പോയത്തും പറയാമെന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഒരു അവസരം ഉണ്ടാക്കി തോന്നും. അല്ലാതെ ഈ പറഞ്ഞ ഒരു രീതിയാണെങ്കിൽ ഇവിടെ എങ്ങനെ നമ്മൾ വലിയ സമ്മേളനം നടത്തും? ഇവിടെ എങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയും? മാത്രമല്ല, ആ മനുഷ്യനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന രീതിയിലുള്ള ഒരു സമ്മേളനം അവരുടെ എല്ലാമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശത്ത് എങ്ങനെ നടത്താൻ സാധിക്കും? അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകത എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ പൂർവ്വകാല നേതാക്കളും ഇന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ഇതൊരു കേവലം സംഘടനയല്ല, ഇതൊരു പ്രസ്ഥാനമല്ല, അതിനേക്കാളപ്പുറം മുസ്ലിം ഉമ്മത്ത് വിശ്വാസപരമായും കർമ്മപരമായും അവരേത് വഴി സ്വീകരിക്കണമെന്ന് നിർണയിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയാണ്. ഇതിനെ വെല്ലുവിളിക്കാനും ഇതിനെ അപമാനിക്കാനും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പരിഹസിക്കാനും കൊച്ചാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റേതായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന കാര്യം സ്വാഭാവികം മാത്രമാണ്. മാത്രമല്ല, കാന്തപുരത്തോട് വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. ഉള്ളത് തുറന്നു പറയാതിരിക്കാൻ നിർവ്വാഹമില്ലോ. നമ്മുടെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് സംഘടനാ പ്രവർത്തകർ ഒരു മന്ദീഭവിച്ച ഒരു തലത്തിലേക്ക് വരുമ്പോൾ, ഒരാവേശക്കുറവ് വരുമ്പോൾ ഇയാൾ അദ്ദേഹം പ്രവർത്തനം ചെയ്യും, എന്തെങ്കിലും ചെയ്യും. അത് അവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, അവർക്കും അറിയുന്നൊരു സംഗതിയാണ്. ഇയാൾക്ക് മനസ്സിലാവില്ല, കാരണം ഇയാളെ കൊണ്ടത് പറയിപ്പിക്കുന്നതാണ്. അതൊക്കെ പൂർവ്വകാലത്ത് ചെയ്ത പാപ
അല്ലെങ്കിൽ തലക്ക് സ്ഥിരത എന്നൊരു മനുഷ്യൻ ഇക്കാലത്ത് പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കും. അല്ല, നിങ്ങൾ ആലോചിച്ചു, പാണക്കാട് 10 ഇതൊരു ന്യായമായ കാരണമാണെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹം ചെയ്തതിന്റെ ലാഭം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്നറിയോ? ഇവിടെ തിരൂരങ്ങാടിയിൽ അല്ലെങ്കിൽ ഈ മഹലിൽ അദ്ദേഹത്തെ പല ഊരാക്കുടുക്കിൽ നിന്നും പലപ്പോഴും രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. മൂപ്പരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് നോക്കിയതാണ്. അത് പാണക്കാട് തങ്ങന്മാർക്കെതിരെ ആയതുകൊണ്ട് അത് അതിനേക്കാൾ വലിയ നഷ്ടക്കച്ചവടായി. അതിനേക്കാൾ വലിയ നഷ്ടക്കച്ചവടായി. ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. മൂപ്പർക്ക് ആ സംഘാടകയിൽപ്പെട്ട ഒരു കാര്യപ്പെട്ട ആളാണ്. അത് മൂപ്പരെ തൃപ്തിപ്പെടുത്താൻ എന്ത് വേണം? അത് പാണക്കാട് തങ്ങന്മാർക്കെതിരെ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മതസംഘടനകൾക്കൊക്കെ ഒരു 2 വീക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് തൃപ്തിയാവുന്നുള്ള ധാരണയിലാണ്. അത് അതിനേക്കാൾ വലിയ കൊടുക്കൽ എത്തിപ്പെട്ടത്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 90 വർഷക്കാലമായി സമസ്ത കേരള ജമീയത്തുലമ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സംഘടനയുടെ ഒരു പണ്ഡിതനും ഒരു നേതാവും ഒരു സാധാരണ പ്രവർത്തകൻ പോലും അന്യായമായി തെറ്റായ രീതിയിൽ ഏതെങ്കിലും സാദാത്തുക്കൾക്കെതിരെയോ പണ്ഡിതന്മാർക്കെതിരെയോ മറ്റേതെങ്കിലും നേതാക്കൾക്കെതിരെയോ ദുരാരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ അത്തരം വില കുറഞ്ഞ പ്രചാരണങ്ങൾ നടത്തുവാനോ മുന്നോട്ട് വരാറില്ല. നമ്മുടെ ഒരു പ്രവർത്തന ശൈലി അതല്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടുത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെടുത്തി ഏതോ ഒരു സെമിനാറിലേക്ക് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ആ പരിപാടിയിൽ എത്തിയിട്ടില്ലത്രേ. നമ്മുടെ നാടുകളിൽ എത്ര പരിപാടികൾ, എത്ര പള്ളി ഉദ്ഘാടനങ്ങൾ, സമ്മേളനങ്ങൾ, കൺവെൻഷനുകൾ, ക്യാമ്പുകൾ, പല പരിപാടികൾ. പാണക്കാട് സാദാത്തുക്കൾ മാത്രമല്ല, പലരെയും ക്ഷണിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ ക്ഷണം നിരസിക്കും. ചിലപ്പോൾ പറയും ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ചെയ്യും. അവരുടെ ശൈലി അതാണല്ലോ. അവർ മുഖത്ത് നോക്കി ഞങ്ങളെ പരിപാടിക്ക് വരൂല ഒന്നും പറയില്ല. പക്ഷെ പറയിപ്പിക്കുന്നവർക്കാണ് പോണത്. അത് വേറെ കാര്യം. അതങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഷാ അല്ലാഹ്ന്റെ ഒരു നോട്ടീസ് എനിക്ക് നാട് മുതൽ പ്രചരണം. ആ പ്രചരണം ശരിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിന്നും മരിച്ചുകൊടുത്തത് കാണുമ്പോൾ കൈ പിടിച്ചതൊക്കെയുള്ള ഫോട്ടോകളൊക്കെ അപ്പൊ സാധാരണമായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കും. അപ്പൊ തങ്ങൾ വരാൻ സാധ്യതയുണ്ട്, തങ്ങൾ വരും എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആളെ കൂട്ടുക. സ്വന്തം നേതാവിന്റെ പേര് പറഞ്ഞാലൊന്നും ആൾ കൂടാത്ത അവസ്ഥയെത്തി. ഇപ്പൊ എന്തിനും പാണക്കാട് തങ്ങന്മാര് വേണം. ഇവരുടെ കാരന്തൂരിലെ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനം കേസവിവാദമുണ്ടായതിനു ശേഷം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർഷിക സമ്മേളനങ്ങളോ അതിന്റെ പ്രചരണങ്ങളോ ആരും അറിയാറില്ല. നാട്ടിലുടനീളം അതിന്റെ സ്ഥാപനത്തിന്റെ പ്രചാരണ സമ്മേളനങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ആരാണ് കാന്തപുരം, എന്താണ് മർക്കസ്, ഇതാണ് നോട്ടീസ് ഉണ്ടാകുക. നാട്ടിലുടനീളം ഉള്ളതും ഇല്ലാത്തതുമൊക്കെയായ പ്രസംഗങ്ങൾ നടന്നുകൊണ്ട് അങ്ങനെ വലിയ പ്രചാരണം നടത്തിയിരുന്നൊരു കാലം. ഇപ്പൊ ആ പ്രചരണം നടത്താൻ ആളില്ലാതെയായി. ഇപ്പൊ അത് ഏറ്റെടുക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വന്നു. അപ്പൊ ആ സമ്മേളനം എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം. അപ്പൊ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വളരെ യാദൃച്ഛികമായി അവരുടെ സ്ഥാപനത്തിന്റെ നേരെ എതിർഭാഗത്തുള്ള ഒരു ഊതിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിൽ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ വരുന്നുണ്ടെന്ന് ഇവിടുന്ന് കേട്ടപ്പോ തങ്ങളവിടെ കാറിൽ വന്നിറങ്ങി തങ്ങളാ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് തങ്ങളാ ഷോപ്പ് ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നേതാവിന്റെ പുത്രൻ ഓടി ചെന്നിട്ട് കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക.
ഓടി ചെന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ പിറ്റേ ദിവസം പത്രത്തിൽ മർക്കസ് എക്സ്പോ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇവരുടെ ഈ കാട്ടിക്കൂട്ടലിലൂടെ ഒരു കാര്യം ബോധ്യമാണ്, പാണക്കാട് സാദാത്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം ഇവർക്കുണ്ടായിട്ടുണ്ട്, അതിവർക്കുണ്ടായിട്ടുണ്ട്. ഏത് പാണക്കാട് സാദാത്യങ്ങൾ 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇവർ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം പുറത്താക്കപ്പെടുകയും സമാന്തര സംഘടന ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് 89 മെയ് 29 അവരുടെ ദിനപത്രത്തിൽ, സിറാജ് ദിനപത്രത്തിൽ അവർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് എഴുതി വെച്ചു, തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ശിഹാബ് തങ്ങൾ. തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങൾ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് ദീനീ സ്ഥാപനങ്ങളിൽ അധപ്പതനത്തിലേക്ക് പോകാൻ തുടങ്ങിയത്. ഖാറൂനെയും ഫിർഔനെയും പാഠം പഠിപ്പിച്ച് അള്ളാഹുവിന് ആരെയും വലിപ്പമേറില്ല എന്നുവരെ പറഞ്ഞിരിച്ചു. ഈ നേതാവിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ അന്നത്തെ സിറാജ് പത്രത്തിൽ അങ്ങനെ ലേഖനം വന്നു എന്നത് അന്നത്തെ 89 ക്ലിപ്പും കൊണ്ടെടുത്ത് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രേഖ പറയുന്നത് അവരുടെ പത്രത്തിൽ വന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു നാലാംകിട രാഷ്ട്രീയക്കാരൻ പോലും നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു എതിരാളിയെ പരിഹസിക്കുന്നതിനേക്കാൾ അപ്പുറം കടുത്ത ഭാഷയിൽ തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും പാണക്കാട് സാദാത്യങ്ങളെയും ഇവരുടെ സ്വന്തം പത്രത്തിൽ എഴുതി വെച്ചു. അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ പരിപാടിക്ക് വരാത്തതിന്റെ പേരിലൊക്കെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വിമർശിക്കുന്ന ഈ വിഭാഗത്തിന്റെ യഥാർത്ഥ മനസ്ഥിതി എന്താണ്? പാണക്കാട് സാദാത്യങ്ങളെക്കുറിച്ച് യഥാർത്ഥ മനസ്ഥിതി എന്താണ്? പാണക്കാട് സാദാത്യങ്ങളെക്കുറിച്ച് ഇന്നും കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഖാദി പദവിയെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ വിഭാഗം കോടതിയിൽ ഇന്നും കേസ് നിലനിൽക്കുന്നുണ്ട്. ഏതോ കാലത്ത് ഖാദിയാതല്ല, ഇക്കഴിഞ്ഞ 6 മാസം മുമ്പ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ഹാഷിം തങ്ങളുടെ നിര്യാണത്തിന് ശേഷം ഒരുപാട് മഹല്ലുകളുടെ ഖാദിയായി ബൈഅത്ത് ചെയ്തു. അപ്പോഴാണ് കണ്ണൂരിലെ ഇരിക്കൂറിൽ അവിടെയുള്ള മഹല്ല് ഖാദിയായി സ്ഥാനമേറ്റ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഖാദി പദവിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ വിഭാഗം കോടതിയിൽ പോയി. ഖാദി പദവിയെ ചോദ്യം ചെയ്ത് കോടതി പോയ ആൾക്കാർ ഇവിടെ വന്നിട്ട് പറയാൻ ഞങ്ങൾ ഉദ്ഘാടനത്തിന് വന്നില്ല. ഖാദിയാൻ പറ്റാത്തവർ എന്തിനാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്? ഇവിടെ വന്ന് പറയാം. അപ്പൊ അടിസ്ഥാനപരമായി ഇവർ പാണക്കാട് സാദാത്യങ്ങളോടൊന്നും ഒരു താല്പര്യമോ ഒരു ആദരവോ ഒരു ബഹുമാനമൊന്നുമില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഇപ്പോൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും പൊതുപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വിദ്യാഭ്യാസ പ്രശ്നം, സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങൾ, പഴയകാലത്തൊന്നും നിർമ്മിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. ശരീഅത്ത് പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും നിർമ്മിച്ചുകൂടാൻ പറ്റില്ല. എന്നാ കുറച്ച് സ്കൂളും കോളേജും കിട്ടുന്ന കാര്യത്തിൽ അവിടെ ഒരുമിച്ചിരിക്കും. ശരീഅത്ത് പോലുള്ള പ്രശ്നം അവിടെ ഒരുമിച്ചിരിക്കാൻ പാടില്ല, ആദർശം ചോർന്നു പോകും. അല്ല കുറച്ച് സ്കൂൾ കിട്ടാണ്ട് അവിടെ ഒന്ന് ഒരുമിച്ചിരുന്നാലും അതിന് റെഡിയാണ്. അതിനൊരുമിച്ച് തിരുവനന്തപുരത്ത് പോകാം, ഒരുമിച്ച് താമസിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് നിവേദനത്തിൽ ഒപ്പിടാം, ഒരു കുഴപ്പമില്ല, ഒരു പരാതിയില്ല. എന്നാൽ അതിനെങ്കിൽ അതെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തും ഇപ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്തൊക്കെ ഇടക്കിടക്ക് മുസ്ലിം സംഘടനകളുടെ ഈ നേതൃസംഗമങ്ങൾ വിളിച്ചു ചേർക്കാറുണ്ട് പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. ആ സയ്യിദന്മാരോട്, പാണക്കാട് സയ്യിദന്മാരോട് ഇവർക്ക് ആദരവുണ്ടെങ്കിൽ ആ നേതൃയോഗങ്ങളോട് ഇവരെന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ആ നേതൃയോഗങ്ങളിൽ സാധാരണ സംബന്ധിക്കാറുള്ളതാരാണ്? ശുർശീർ ഉസ്താദ് പോകും, ആരിക്കുട്ടി ഉസ്താദ് പോകും, ബാപ്പുസ്ലിയർ പോകും. അതേപോലെയുള്ള സമസ്തയുടെ ഏറ്റവും ഉന്നതന്മാരായ നേതാക്കന്മാർ പാണക്കാട് തങ്ങൾ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ സംബന്ധിക്കാറുണ്ട്. ഔദ്യോഗിക വിഭാഗം മുജാഹിദിൽ നിന്ന് ടി പി അബ്ദുള്ള കോയ മദനി ഉൾപ്പെടെയുള്ള അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ പങ്കെടുക്കും.
മടവൂർ ഭാഗത്ത് ഹുസൈൻ മടവൂരിന്റെ നേതൃത്വമുള്ള സംഘം പങ്കെടുക്കും. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് ആരിഫ് അലിയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും പോലെയുള്ള അബ്ദുറഹ്മാൻ പോലെയുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കും. തബ്ലീഗ് ജമാഅത്തിൽ നിന്ന് അബുൽ ഖൈർ മൗലവി പോലെയുള്ള അവരുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ പങ്കെടുക്കും. MES-ഉം MSS-ഉം ഒക്കെ അതിന്റെ സംസ്ഥാനത്ത് കേരളത്തിൽ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ നേതാവ് ആരാണോ അവരാ യോഗത്തിൽ പങ്കെടുക്കും. കാരണം അവരൊക്കെ ഇത് പാണക്കാട് തങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം സമുദായത്തിന്റെ സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗമാണ്. അപ്പൊ ആ ഒരു ബഹുമാനം ആദരവൊക്കെ വെച്ചിട്ട് ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആ യോഗത്തിൽ സംബന്ധിക്കും, അവിടെ ചർച്ചകളിൽ പങ്കെടുക്കും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ഉൾപ്പെടെയുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഈ പാണക്കാട് തങ്ങന്മാരെ പരസ്യമായി ബഹുമാനം അഭിനയിക്കുന്ന ഇവർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ആരെ പറഞ്ഞേക്കാറുള്ളത്? കോഴിക്കോട്ടുണ്ട് ഒരു കോയമാഷ്. ഞാൻ അയാളെ മോശാക്കി പറയില്ല. അയാൾ ആരാ സംഘടന എന്ന് ചോദിച്ചാൽ നമ്മളാരും കിട്ടില്ല. അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ഹമീദ് മാഷ് അവരുടെ സംഘടനയിലെ 5-ാമത്തെയോ 6-ാമത്തെയോ നിരയിൽപ്പെടുന്ന വളരെ ലോക്കൽ നേതാവിനെ പങ്കെടുപ്പിക്കും. എന്താ ഇത്? അതിന്റെ സന്ദേശം എന്താ? അതിന്റെ സന്ദേശം എന്താണ്? കാന്തപുരം ഒരു അഖിലേന്ത്യാ നേതാവാണ്, അല്ലെങ്കിൽ അഖില ലോക നേതാവാണ്. മുപ്പിൽ പങ്കെടുക്കണ്ട, മുപ്പരോട് ഇരുത്താനും പറ്റില്ല വേറെ കാര്യം. എന്നാൽ 2-ാം നിര 3-ാം നിര എന്നൊക്കെ പറയുന്ന അവരുടെ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്താ പങ്കെടുപ്പിക്കാത്തത്? അപ്പൊ പാണക്കാട് തങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തെയൊക്കെ ഞങ്ങൾ ഇത്രയോ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന സമീപനമാണ്. ഏതെങ്കിലും അബദ്ധത്തിലൊരു യോഗത്തിൽ സംഭവിച്ചല്ലോ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ യോഗങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇവരാണോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പാണക്കാട് നേതൃത്വത്തെ ഐക്യത്തിന്റെ സന്ദേശവാഹകരായി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്? ഒരു വിലയും കൽപ്പിക്കാറില്ല. ഈ വില കൽപ്പിക്കാത്ത ആളുകൾ എന്താണ് ഇതിന്റെ പേരിൽ പരിതപിക്കാനുള്ള പരാതി പറയേണ്ട കാര്യം എന്താണ്? ഈ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ കാലിയായ മഹലുകളിൽ പോലും കാന്തോർ പലയിടത്തും സമാന്തര കാലിയാണ്. പല സ്ഥലങ്ങളിലും ഇന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ബഹുമാനിക്കാനും വേണ്ടി പരസ്യമായി ഞങ്ങളുടെ പരിപാടിയിലൊന്ന് വരണം എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി ചർച്ച നടക്കുകയാണ്. നമുക്ക് ഖാദിയെ തെരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേര് പറയുമ്പോൾ, നേരത്തെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് പറഞ്ഞ കാലത്തും ഇവരുടെ സ്ഥിരം പ്രയോഗം എന്താണ്? അവർ രാഷ്ട്രീയക്കാരാണ്, ഖാദിയാൻ പറ്റില്ല. അവർ രാഷ്ട്രീയക്കാരാണ്, ഖാദിയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോ ഇതിന്റെ അടിസ്ഥാനപരമായ താല്പര്യം എന്താണ്? പാണക്കാട് സാദാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ലോകത്ത് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ അവിടെ പാണക്കാട് സാദാത്തുക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ അംഗീകാരമുണ്ട്, അവർക്ക് വലിയ വിശ്വാസ്യതയുണ്ട്, എല്ലാ അർത്ഥത്തിലും ബഹുമാനമുള്ളവരാണ് എന്ന ഒരു ധാരണ എല്ലാവർക്കുമുണ്ട്. അപ്പൊ ആ പാണക്കാട് സാദാത്തുക്കൾക്കും സമസ്ത കേരള ജമിയത്തുലമക്കും മുകളിൽ കയറി നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ വർത്താനം മുഴുവൻ. അവർക്ക് മുകളിൽ കയറി നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ഒരു മേൽക്കാലിയുള്ള പാണക്കാട് തങ്ങന്മാർക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കും മുകളിൽ കയറി നിൽക്കുന്ന ഒരു മേൽക്കാലിയാകുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവനും. ഇവിടെ തങ്ങളെ ഹൈദരലി തങ്ങളെ ഇവിടെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നെങ്കിൽ ഇതിന്റെ ഒരു സ്വഭാവമായിട്ട് അവർ കണക്കൂട്ടെന്താണ്? പള്ളി ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പള്ളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട നമ്മൾ ഉസ്താദാണ്. അപ്പൊ തങ്ങളോ പണക്കാട്ടങ്ങളും വന്നിരുന്നു. പണക്കാട്ട മുപ്പരവിടെ ഒരു സെമിനാറിന്റെ ഉദ്ഘാടനത്തിൽ വന്നാണ്. അപ്പൊ അവിടെ രണ്ടാമനാരാൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ബഹുമാനിക്കാനല്ലല്ലോ നിങ്ങൾ ക്ഷണിച്ചത്, നിങ്ങൾ രണ്ടാമനാക്കി ചിത്രീകരിക്കാനല്ലേ ക്ഷണിച്ചത്. അപ്പൊ ഈ രീതിയിലുള്ള വൃത്തികേടുകളാണ് പാണക്കാട് സാദാത്തുകളെ കുറിച്ച് ഇവർ സ്വീകരിക്കാറുള്ളത്.
അത് കഴിഞ്ഞ 25 വർഷമായി കേരളത്തിലെ മുസ്ലിം സമൂഹം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരമാർത്ഥമാണ്. ഈ ഹൈദരലി ശിഹാബ് തങ്ങളെ കേവലം ഇപ്പോൾ പ്രസംഗത്തിലൂടെ മാത്രമല്ല, ഹൈദരലി ശിഹാബ് തങ്ങൾ SSFന്റെ 6 വർഷത്തെ പ്രസിഡന്റായിരുന്നു 25 വർഷം മുമ്പ്. SSFന്റെ 6 വർഷത്തെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് സെക്രട്ടറിയായി SSFന് നേതൃത്വം കൊടുക്കുന്ന കാലം. അന്ന് ഇവരിൽപ്പെട്ട ഈ നേതാവിന്റെ ആസൂത്രണത്തിന്റെ ഫലമായി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങളാണ് അന്ന് മെനഞ്ഞെടുത്തത്. SSFന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോ ഇദ്ദേഹത്തിന്റെ ആളുകളായിട്ടുള്ള കുറച്ച് ആളുകളും യോഗത്തിലുണ്ടാകും. യോഗത്തിൽ ഓരോ അജണ്ടകൾ പറയുമ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയും, കുറെ കത്തുകൾ വന്നിട്ടുണ്ട്, അപ്പൊ കത്തുകളൊക്കെ ഒന്ന് വായിക്കുക. ഇവർ കൃത്രിമമായി കുറെ കത്തുകൾ സൃഷ്ടിച്ച് എന്നിട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് കത്ത് വായിക്കുന്ന എന്താണ്? SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അത് ശരിയല്ല. അദ്ദേഹം ലീഗ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, അത് ശരിയല്ല. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരസ്യമായി രംഗത്ത് വരുന്നു, അത് ശരിയല്ല. അപ്പൊ അങ്ങനെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയമായ ആഭിമുഖ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടും ധാരാളം പ്രവർത്തകർ നിരന്തരം കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് കൃത്രിമമായ ഒരു പ്രതിഷേധം സൃഷ്ടിച്ചുകൊണ്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പുകച്ച് പുറത്തു ചാടിക്കാൻ അന്ന് ശ്രമം നടത്തിയ ആളുകളാണ്. ആ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങള് ഇവരുടെ കുതന്ത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോ തങ്ങളത് പിടിച്ചു നിന്നൊന്നുമില്ല. തങ്ങള് രാജിക്കത്തെഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് കാര്യങ്ങളും പാണക്കാട് സാദാത്തുക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അവിടെയെല്ലാം പാണക്കാട് സാദാത്തുക്കളെ ഇകഴ്ത്തിക്കാണിക്കാനും പരിഹസിക്കാനും വില കുറച്ച് കാണിക്കാനും അവരെ രണ്ടാമനും മൂന്നാമനുമാക്കി തരം താഴ്ത്താനും എന്തെല്ലാം അവസരങ്ങൾ ലഭ്യമാകുമോ ആ അവസരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എല്ലാ കാലത്തും ഈ വിഭാഗം ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ പള്ളി ഉദ്ഘാടനത്തിന് തങ്ങൾ വന്നില്ല എന്ന പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ ശൈലി എന്താണ്? അതിന് ശൈലി എന്താണ്? പാണക്കാട് തങ്ങള് മുതലാളിമാരെ കല്യാണത്തിന് മാത്രമേ പോവുള്ളൂ, മുതലാളിമാരെ പരിപാടിക്ക് മാത്രമേ പോവുള്ളൂ. ഇവര് പാണക്കാട് വന്നു നോക്കിയിട്ടില്ല, അപ്പോഴല്ലേ അറിയുള്ളൂ. ചൊവ്വാഴ്ചയോ അല്ലാത്ത ദിവസങ്ങളിലോ പാണക്കാട് സാദാത്തുക്കൾ ആരാണെങ്കിലും ഏതെങ്കിലും ഒഴിവ് ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പാണക്കാട് സാദാത്തുക്കളുടെ ഏതെങ്കിലും ഒരു വീട്ടുമുറ്റത്ത് 1 മണിക്കൂറെന്ന് വന്നു നിന്നാൽ നിങ്ങളുടെ നേതാവ് എത്രമേൽ വൃത്തികെട്ട വർത്തമാനമാണ് ഈ പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പാണക്കാട് ആ കുടുംബത്തിന് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ 95% ഒരിക്കലും സമ്പന്നന്മാരല്ല, ഒരിക്കലും വലിയ വലിയ ധനാഢ്യന്മാരല്ല. അതിനേക്കാളപ്പുറം പാവപ്പെട്ട ദരിദ്രന്മാരായ രോഗികളായ പ്രയാസമനുഭവിക്കുന്ന കഷ്ടപ്പാടനുഭവിക്കുന്ന അത്തരത്തിലുള്ള 100 കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും അവിടെ ചെല്ലുന്നതൊക്കെ ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളടുത്ത് വേണമെങ്കിൽ ഷെയർ ബിസിനസ്സുകാർ വരുന്നുണ്ടാകും, കാശ് മുടക്കാൻ വേണ്ടി ബിസിനസ്സുകാർ വരുന്നുണ്ടാകും. അതും കാശ് തരാൻ വേണ്ടിയിട്ടല്ല, തന്ന കാശ് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളടുത്ത് ഇത്തരം മുതലാളിമാർ വരുന്നുണ്ടെങ്കിൽ തങ്ങന്മാരടുത്തും ഇത്തരം മുതലാളിമാരാണ് വരാറുള്ളത്, തങ്ങന്മാര് പോകാറുള്ളത് മുതലാളിമാരുടെ പരിപാടികളിലേക്കാണ് എന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. തങ്ങളെ വില കുറച്ച് കാണിക്കാനും തങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പാണക്കാട് സാദാത്ത് നിങ്ങളെ ആദരിക്കുന്നവർക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അടിസ്ഥാനപരമായി ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമല്ല, തങ്ങളെ ഇകഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യങ്ങളും ഇപ്പോൾ പാണക്കാട് സാദാത്തുകളോടുള്ള ബഹുമാനം പരസ്യമായി അഭിനയിക്കാനും
എന്നാൽ രഹസ്യമായി എപ്പോഴും സാധാത്തുക്കളെ ഉയർത്തിക്കാണിക്കുന്ന, അവർക്ക് മേൽക്കൈ നേടാൻ സാധ്യതയുള്ള ഏത് മേഖലയിലും അവരെ തുരങ്കം വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഏതായാലും തിരൂരങ്ങാടി പ്രസംഗം കൊണ്ട് മൂപ്പർക്ക് വലിയൊരു ഗുണം കിട്ടി. തിരൂരങ്ങാടി പ്രസംഗം കഴിഞ്ഞിട്ട് മൂപ്പർ നേരെ പോയത് അജ്മീർക്കാണ്. അജ്മീർ ആരാണ്? അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. അജ്മീർ ഖാജ ഉൾപ്പെടെയുള്ള ലോകത്ത് ഔലിയാക്കളുടെ ശൂറകളിൽ മെമ്പറാണ് മൂപ്പര്. വലിയ തരത്തിലുള്ള ആളാണ്. അജ്മീർ ഖാജ ഉൾപ്പെടെയുള്ള ലോകത്ത് ഔലിയാക്കളുടെ ശൂറയുണ്ട്. ആ ശൂറയിലെ മെമ്പറാണ് ഈ പറഞ്ഞ നേതാവ്. അങ്ങനെ തിരൂരങ്ങാടി പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂപ്പര് നേരെ അജ്മീറിൽ പോയി. അപ്പൊ അജ്മീർ ചെന്നപ്പോഴാണ് മൂപ്പര് നേരത്തെ ഒരു 10-15 സക്കാഫികൾ അജ്മീർക്ക് വിട്ടിട്ടുണ്ട്. അവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ 5-ാം തീയതി അജ്മീർ ദർഗക്കകത്ത് തന്നെ കാന്തപുരം തന്നെ മൂപ്പർക്ക് സ്വീകരണം ഏർപ്പാടി. കാന്തപുരം അനുയായികളും കാന്തപുരത്തിന് തന്നെ ഒരു സ്വീകരണം ഏർപ്പാടി. അജ്മീർ ദർഗാ ഷരീഫിനകത്ത്. അജ്മീർ ദർഗാ ഷരീഫിനകത്ത് ഒരു സ്വീകരണ പരിപാടി. അവരുടെ അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിദ്യാഭ്യാസ കൺവെൻഷൻ. വിദ്യാഭ്യാസ കൺവെൻഷൻ നടക്കുന്നത് അജ്മീർ ദർഗയ്ക്ക് പുറത്തുള്ള ഒരു സ്വകാര്യ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി. നേതാവ് ആ പരിപാടിക്കെത്തി, അനുയായികളെത്തി. അവിടെ പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ പരിപാടിയൊക്കെ നടന്നു. അവരോട് പറഞ്ഞു, ഒന്ന് വൈകുന്നേരം 5 മണിക്ക് ദർഗാ ഷരീഫിന്റെ അകത്ത് അജ്മീർ ദർഗയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഉസ്താദിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അജ്മീർ ദർഗയുടെ അകത്തൊക്കെ സ്വീകരണം എന്നൊക്കെ പറയുന്നത് അവിടെ നടക്കാറില്ല. അങ്ങനെ പരിപാടി ദർഗാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉറൂസുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന ഏതെങ്കിലും പരിപാടി എന്നതിനേക്കാൾ അപ്പുറം അവിടെ മറ്റൊന്നും സമ്മതിക്കാറില്ല, അനുവദിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം അതിന് പല വളഞ്ഞ വഴികളുമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ദർഗയുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ സ്വാധീനിച്ച് ഇവിടെ എന്തൊക്കെയോ ഒരു വലിയ സാധനം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കി അവിടെ വലിയ സ്വീകരണ സമ്മേളനം ഏർപ്പാട് ചെയ്തു. വൈകുന്നേരം 5 മണിക്ക് ദർഗാ ഷരീഫിനകത്ത് സ്വീകരണം. മൈക്ക് സെറ്റ് ഏർപ്പാട് ചെയ്തു. 5-6 വീഡിയോ ക്യാമറകളൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിൽ പിടിപ്പിച്ചു നിർത്തി. വർണ്ണശബളമായ കളറിലുള്ള ഒരുപാട് ലൈറ്റുകളും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഏതോ ഒരു രാജാവ്, ഏതൊരു സുൽത്താൻ വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി അവിടെയുള്ള സിയാറത്തിന് വരുന്ന ആളുകളെല്ലാം അവിടെ തടഞ്ഞു നിർത്തി. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ ഇതാ ലോകം കണ്ട ഏറ്റവും വലിയ ഈ വൃത്തികെട്ട മനുഷ്യന് സ്വീകരണമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ അവിടെ കിടക്കുന്നത് അജ്മീർ ഖാജയാണല്ലോ. അജ്മീർ ഖാജ എന്ത് ചെയ്തു? മൂപ്പര സൂറിൽ അങ്ങനത്തെ അപ്പോൾ സസ്പെൻഡ് ചെയ്തു. അജ്മീർ ഖാജയുടെ ഇപ്പോഴത്തെ അവിടുത്തെ പിന്മുറക്കാരനായ അവിടുത്തെ ദിവാൻ അദ്ദേഹം അപ്പോൾ ഒരു ഉത്തരവിട്ടു. അജ്മീർ ഖാജയുടെ അജ്മീർ ദർഗയുടെ സെക്രട്ടറി ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ്. അയാളോട് പറഞ്ഞു അയാളെ സ്വീകരണം നടത്താൻ പാടില്ല, ആ പരിപാടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പാണക്കാട് തങ്ങന്മാരെ ധിക്കരിച്ചിട്ട് അവിടെ പോയി മൂപ്പർ സ്വീകരണത്തിന് പോയതാണ്. പൊട്ടിയിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോകും. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ, നിങ്ങളുടെ സംഘടനാ വെബ്സൈറ്റുകളിൽ നേതാവിന് സ്വീകരണം നൽകുമെന്നും നേതാവിനവിടെ വലിയ അലങ്കാരങ്ങളോടുകൂടിയും സമയങ്ങളോടുകൂടിയും സ്വീകരിക്കുമെന്നും അവിടെ ഇന്നാലിന്റെ ആളുകളൊക്കെ പ്രസംഗിക്കുമെന്നും ഒക്കെ പ്രചാരണം നടത്തിയതിന്റെ പ്രോഗ്രാം അടക്കം നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എവിടെ പരിപാടി? എന്താ പരിപാടി നടക്കാഞ്ഞത്? പാണക്കാട് തങ്ങന്മാരെ കൊടുത്തിന് അപ്പത്തന്നെ തിരിച്ചു കൊടുത്തു. വെട്ടിട്ട് തിരിച്ചു പറഞ്ഞു വന്നു. 3 BJP മന്ത്രിമാരുടെ മിനിസ്റ്റർമാരുടെ ഓഫീസിൽ വിളിച്ചത്ര. എന്തിന്? ഒരു വലിയ ആളാണ്, അതുള്ള സ്വീകരണം നടന്നോട്ടെ. അപ്പൊ ദർഗാ കമ്മിറ്റിയാണ് ഇവിടുത്തെ കാര്യം നമ്മൾ തീരുമാനിച്ചോളാം, നിങ്ങൾ വിളിക്കണ്ട. മൂപ്പരത്ര വലിപ്പമുണ്ടോ നമുക്കറിയാം. ആ പരിപാടി നടത്താൻ സമ്മതിച്ചില്ല. ഞാനതിനൊരു ആവേശം കൊടുക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയല്ല. പാണക്കാട് തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പൊതുജനമധ്യത്തിൽ അവമതിച്ചുകൊണ്ട് ആ ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ്
അപമാനിക്കപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് പോയി അവിടെ ഹർജിപ്പുറത്ത് മറുപടി എന്നൊക്കെ പറയുന്നുണ്ട് ചോദിച്ചാൽ അപ്പക്കപ്പള കിട്ടി വഷളായിട്ട് തിരിച്ചു പോകും. സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ പാണക്കാട് സ്ഥാനാർത്ഥികൾക്കെതിരെ ഇവരെന്തിന് പോയാലും ഇങ്ങനെ തന്നെയാണ്. സമസ്ത കേരള ജമിയത്തിലും അതിന്റെ 90 കൊല്ല ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ജനങ്ങളോട് കാശ് ചോദിക്കുന്നത്. ധാരാളത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞ കുറച്ച് കാശ് വേണം. അത് പള്ളിയിലും മദർസിലൊക്കെ ആയിട്ട് നിങ്ങൾ തിരിച്ചു തരണം. സമസ്തക്ക് ചോദിക്കാൻ അർഹതയുണ്ട്. സമസ്ത ചോദിച്ചാൽ കൊടുക്കാൻ, ആത്മാർത്ഥമായി കൊടുക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളും സന്നദ്ധമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഏകദേശം വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും കൊളാക്കണം. ഇതെങ്ങനെയെങ്കിലും കൊളാക്കണം. അപ്പൊ അതിനൊരുപാട് വടികൾ തേടി നടന്നപ്പോഴോ അതൊന്നും അതിനൊരുപാട് പ്രചരണം നടത്തി. ഇവര് കേസെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇവര് ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ടാണ്, മഹലിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഇരിക്കുന്നത്, ആരും പൈസ കൊടുക്കുന്നത്, ആരും പൈസ കൊടുക്കുന്നതൊക്കെ നിരത്തി പ്രചരണം നടത്തി, വ്യാപകമായി പ്രചരിപ്പിച്ചു. സോഷ്യൽ മീഡിയകളിലൊക്കെ ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ ആ ഫണ്ട് പിരിവിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രചരണം നടന്നു. ആ പ്രചരണമൊക്കെ നടന്നപ്പോഴും ആ പ്രചരണം നടന്നുകൊണ്ട് കുറെ കാര്യമുണ്ടായി. നമ്മളാണ് ഈ പ്രചരണത്തിൽ നിന്ന് പോലല്ലോ, പ്രചരണം പോലെയിട്ടുണ്ട്. ആ പിരിവ് നടക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ആൾക്കാരെ അറിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറച്ച് കലക്ഷനൊക്കെ വർദ്ധിച്ചു. കുറച്ച് മദ്രസാമോ അല്ലെങ്കിൽ പള്ളി മുദ്രാബ് എന്നൊക്കെ പ്രാർത്ഥിപ്പും കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് ഒരു അതിബുദ്ധി പ്രയോഗിച്ചതാണ്. അതിബുദ്ധി പ്രയോഗിച്ചു. എന്ത്? സമസ്ത കേരള ജമിയത്തുലമയുടെ ഈ പിരിവിനെ മുടക്കണം. അതിന് ഒരു സാധുവിനെ കുപ്പായടിച്ചിട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിച്ചു. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത എന്താ അറിയും? 3 കാരണം എഴുതി കൊടുത്തു. സമസ്ത കേരള ജമിയത്തുലമ ദഅവത്തിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിരിവ് കോടതി ഇടപെട്ടുകൊണ്ട് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദിനെ പ്രതിയാക്കി ചേർത്തുകൊണ്ട് ഹൈക്കോടതി ഹർജി കൊടുത്തു. ഈ ഹർജിയിൽ എഴുതി കൊടുത്തെന്താണെന്ന് അറിയാം? 3 കാരണം പറഞ്ഞു. ഈ പിരിവ് നിയമം മൂലം ഹൈക്കോടതി തടയാൻ വേണ്ടിയിട്ട് 3 കാരണം പറഞ്ഞു. ഒന്ന്, ഇവർ ഈ പണമെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുക. നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗപ്പെടുത്തുക. ഈ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഇവർ മഹല്ലുകളിൽ സംഘർഷം ഉണ്ടാക്കാൻ, വഴിമുടി ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുക. രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും കൗതുകം. ഇവർ ഈ കണക്കിന്റെ കാര്യത്തിൽ നിന്ന് ഒട്ടും സുതാര്യമില്ല. അവനാന്റെ സ്വഭാവമാണ് ഇത്. ഇവർ ഈ സാമ്പത്തിക കാര്യത്തിൽ ഒട്ടും സുതാര്യമല്ല. അതുകൊണ്ട് അവരെ പിരിവടക്കാൻ സമ്മതിക്കരുത്. മൂന്നാമത്തത് അതിലേറെ രസം, ഇവിടെ ഐക്യത്തിന്റെ ആൾക്കാരാണല്ലോ, ആരൊക്കെയാണ് ഐക്യം കൊണ്ടുവരുന്നൊരു ഫോർമുലയോടെ വ്യക്തമാണ്. കേരളത്തിൽ മദ്രസകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്ത് ഇസ്ലാമിക്കാർ, തബ്ലീഗുകാർ, അഹമ്മദിയാക്കൾ ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു കലക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഒരു സംഘടനയുടെ ഒരു കലക്ഷൻ മദ്രസ തലങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ, ഈ വ്യത്യസ്ത സംഘടനാ പ്രവർത്തകരുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയിൽ അടിപിടിയൊക്കെ ഉണ്ടാവും, സൗഹൃദം തകരും. അപ്പൊ ഇവരുടെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിൽ ഇപ്പൊ ഖാദിയകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇതാണ് സമസ്തയുടെ കുരുത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഖാദിയാനികളെ ഈ കൂട്ടത്തിൽ എണ്ണാൻ പാടില്ല എന്നവർ അറിയാത്തതൊന്നുമല്ലല്ലോ. ആണ് എഴുതി പോവാണ്, അല്ലെങ്കിൽ നേതാവ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പോവാണ്. എന്തെങ്കിലും പൊട്ടത്തരം ഇല്ലാതെ ഈ ഏർപ്പാട് മുന്നോട്ട് പോണില്ല. 25 കൊല്ലായിട്ട് ഈ 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒന്ന്, ഇവരുടെ പ്രവർത്തനം സുതാര്യമല്ല. ഒന്ന്, ഇവർ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മൂന്നാമത്, വിവിധ സമൂഹങ്ങൾ, വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്ന അഹമ്മദിയാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മക്കളാണ്. അതുകൊണ്ട് സമുദായ സൗഹാർദ്ദം തകരും, മുസ്ലിം സമൂഹത്തിൽ ഐക്യം തകരും. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ കലക്ഷൻ നിരോധിക്കണം, ഹൈക്കോടതി തടയണം എന്ന് പറഞ്ഞ് ചെറുശ്ശേരി ഉസ്താദിനെ പ്രതിയാക്കി ഹർജി കൊടുത്തു. ഏത് ഹർജി കൊടുത്താലും കോടതിക്കൊരു സ്വഭാവമുണ്ട്. ആ ഹർജിയിൽ പരിഗണിക്കും. എന്നിട്ട് പിറ്റത്തെ ദിവസത്തേക്ക് വെക്കൂ, പ്രതിക്കൊരു നോട്ടീസാക്കി. അപ്പൊ പ്രതിന്റെ ആള് പിറ്റത്തെ കേസ് വിളിക്കണമെന്ന് മൂപ്പൊരു വക്കീലിനെ ഹാജരാക്കണം. ഹൈക്കോടതിയിൽ വക്കീൽ എന്ന് പറഞ്ഞാൽ മിനിമം 16 രൂപയും കൊടുക്കണം. ഒരു ലോക്കൽ വക്കീലാണെങ്കിൽ 16 രൂപയും കൊടുത്തിട്ട് ഹാജരാക്കണം. അങ്ങനെ അയാൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് അപ്പൊ അവിടെ തീർപ്പുണ്ടാവും. പക്ഷെ സമസ്തക്ക് ചെറുശ്ശേരി ഉസ്താദിന് വക്കീലെ പോലും ഹാജരാക്കേണ്ടി വരുന്നില്ല. ജഡ്ജി നിങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ ചുരുട്ടി വെട്ടുന്നത്.
സമസ്ത കേരള ജമിയത്തിലുമൊക്കെ ഒരു കേസ് കൊടുത്ത പോലെ അത് നിങ്ങൾ ആലോചിക്കണം. ഈ രീതിയിൽ വൃത്തികേടുകൾ മാത്രം എന്താ ഇതൊക്കെ ന്യായമുള്ളത്? സമസ്ത കേരള ജമിയത്തിലുമയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്ത കേരള ജമിയത്തിലുമയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന, സമസ്ത കേരള ജമിയത്തിലുമയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയിൽ പിരിവ് നടത്താൻ പാടില്ല എന്ന് ഇവർ പറയാം. നിങ്ങളെ പിരിവ് തടയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതി കൂട്ടില്ല. നിങ്ങൾക്ക് കാശ് കൊടുക്കരുതെന്ന് ഞങ്ങളവിടെ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാശ് കൊടുത്താൽ തുമ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞ് ശരിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പള്ളി എവിടെ പോയി? വേണ്ട. നോളജ് സിറ്റി എവിടെ പോയി? നോളജ് സിറ്റിന്റെ ആധാരം ഞാൻ പറയണില്ല. ആ കേസ് നടത്തുന്ന ആൾക്കാർ പറഞ്ഞോളൂ. ഈ കേസ് നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകർ ഈ നോളജ് സിറ്റിയുടെ ഈ കാടും മരയൊക്കെ താണ്ടിപ്പോയിട്ടതിന്റെ സർവേ നമ്പറൊക്കെ നോളജ് സിറ്റിക്ക് സ്റ്റേ വന്നപ്പോ അപ്പോൾ നമ്മൾ മർക്കസ് എന്ന് പറയുന്ന ഒരു വലിയ ദീനീ സ്ഥാപനം, അവിടെ അനുബന്ധ സ്ഥാപനങ്ങൾ പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാതെ വന്നപ്പോ കുറച്ച് ദൂരെ ഏക്കർ കണക്കിന് ഭൂമി വിലക്കെടുത്ത് അവിടെ മർക്കസിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഇവർ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. ഇതെല്ലാം പ്രസംഗിച്ച് സ്റ്റേ വാങ്ങിയതാരാണ് പിന്നെ തീരുമാനിക്കാം. അപ്പൊ പിന്നെ അറിഞ്ഞോളൂ. പക്ഷേ എന്താ അവിടെ സ്ഥാപിക്കാൻ പോണത്? എന്തിന്റെ കീഴിലാണ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്? മർക്കസ് ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥലത്ത് ബിൽഡിങ്ങും കെട്ടിടമൊന്നും ഉണ്ടാക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ഒരു മർക്കസ് നോളജ് സിറ്റി ഉണ്ടാക്കുന്നു. അപ്പൊ മർക്കസിന് അനുബന്ധമായി സ്ഥലം വാങ്ങുന്നു. എന്നിട്ട് മർക്കസിന്റെ അനുബന്ധ സ്ഥാപനം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ മർക്കസ് നോളജ് സിറ്റിന്റെ ആധാർ ആരുടെ പേരിലാണ് അറിയുന്നത്? സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീമിന്റെ പേരിലാണ്. എങ്ങനെയുണ്ട്? മർക്കസ് നോളജ് സിറ്റി എന്ന പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക വാപ്പിമാൻ. മർക്കസ് മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയ അതിന് വാപ്പിമാൻ തന്നെ. വേറെ മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ട്രസ്റ്റ്, അതിനും വാപ്പിമാൻ തന്നെ. എന്നിട്ട് കുറെ കഴുതലിങ്ങനെ നടക്കുക. ഇതൊക്കെ നമ്മൾ മർക്കസാണ്, ഇതൊക്കെ നമ്മൾ സംഘടനയാണ്, ഇതൊക്കെ സുന്നത്തിയമാർത്താണ്. ഇപ്പൊ പൊന്മള ഇത് മുഴുവൻ തന്റെ പിടിമുറുക്കിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. സംഘടനയെ പൂർണ്ണമായി തന്റെ വരുതിയിലാക്കിയിട്ട് അനങ്ങാൻ വിടാതെ നടക്കുകയാണ്. ആ പൊന്മളയും കാന്തപുരവും തമ്മിലുള്ള ഈ വിടവുകൾ ഇങ്ങനെ പല രീതിയിൽ സംഘടനാ രംഗത്ത് അവർക്കിടയിൽ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള മുഴക്കങ്ങളും ചേരിതിരിവുകളും ചെറിയ ചെറിയ അടിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പുത്രത്താനിൽ പൊന്മളന്റെ ശിഷ്യനെ കയ്യേറാൻ ശ്രമിച്ചു. അവ കോഴിക്കോട് തെരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊന്മന്റെ ആൾക്കാർ തെരീക്കത്തെ കയ്യേറാൻ ശ്രമിച്ചു. അങ്ങനെ യോഗത്തിലൊക്കെ ചെറിയ ചെറിയ അടിപിടിയൊക്കെ നടന്നു. അപ്പൊ നമ്മളെന്ത് ചെയ്തു? നമ്മൾ പല ആളിപ്പോ അങ്ങനെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കും. അതിന് ലക്ഷ്യം കാണിക്കുകയാണ്. ഇപ്പൊ പൊന്മളെ എതിർത്തുകൊണ്ടും കാന്തപുരത്തെ ന്യായീകരിച്ചുകൊണ്ടും ഒരു പുതിയ പ്രാധാന്യം ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ഡ്യൂട്ടി ഓരോ സമയത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കും. അതിന്റെയൊക്കെ ഫലം കാണും ചെയ്യും. ഏതായാലും ഈ ചേരിതിരിവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടന മുഴുവൻ നമ്മുടെ കുടുംബത്തിലാകുമെന്ന ധാരണയിൽ പൊന്മളയുടെ നേതൃത്വത്തിൽ സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് ഉപ്പാത്തെന്താ ചെയ്യണത്? ഈ വാങ്ങിക്കൂട്ടിയതൊക്കെ വാപ്പാന്റെയും മാന്റെയും പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അങ്ങനെ അത് വേറെ പോവാണ്. ഈ രീതിയിൽ ഒരിക്കലും ഒരു സംഘടനയ്ക്ക്, ഒരു പൊതുസമൂഹത്തിൽ, ഒരു പണ്ഡിതന്, ഒരു മതസംഘടനയ്ക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പറയപ്പെടാൻ കഴിയാത്ത വിധം, വിശദീകരിക്കപ്പെടാൻ കഴിയാത്ത വിധം ഒരുതരം കോർപ്പറേറ്റ് സംവിധാനമാക്കി ഇതിനൊക്കെ മാറ്റിയിരിക്കുന്നു. ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ പൂർണ്ണമായി ഈ ഒരു ആധിപത്യം നിലനിർത്താൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്യന്തികമായി ഇതിനൊക്കെ ലക്ഷ്യമെന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെ വളർന്നു വന്ന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കാലിമാരാകാൻ വേണ്ടി ശ്രമിച്ച്, നേതാവാകാൻ വേണ്ടി ശ്രമിച്ച് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടൊക്കെ പരാജയപ്പെടുക. ആ പരാജയപ്പെടുമ്പോഴുള്ള ദേശം കൊണ്ടാണ് സമസ്തക്ക് ഒരു കേസ് കൊടുത്തു നോക്കുക. കാശ് ചെലവായാലും വേണ്ട, ഒന്നും വഷളാക്കാൻ പറ്റും നോക്കുക. അപ്പൊ കേസ് കൊടുത്ത ആളുകൾ വഷളായി പോവാണ്.
പാണക്കാട് തങ്ങന്മാരുടെ ഈ അപ്രമാദിത്വം, അവരുടെ ഈ അധീശത്വം, അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം, അതിനൊന്ന് തകർക്കാൻ വേണ്ടിയിട്ട് എന്താ വഴി? ഇവർ മനസ്സിലാക്കുന്ന പാണക്കാട് തങ്ങന്മാർ അവരുടെ വേദിയിൽ വരും എന്ന് പ്രചരിപ്പിക്കുമ്പോൾ കുറെ വിവാദമാകും. അപ്പൊ കുറെ ആളുകൾ വരും. അപ്പൊ നമുക്കിടയിൽ വലിയ ആശയക്കുഴപ്പം, ഭിന്നിപ്പും ചേരുതിരുമൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു കിടക്കുകയാണ്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് അപഹാസ്യപരമായ നീക്കങ്ങളാണ് ഈ വിഭാഗം നമ്മുടെ നാട്ടിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കണം. പിന്നെ ഒരു കാര്യം, ഈ മനുഷ്യൻ അടിസ്ഥാനപരമായി പാണക്കാട് വിരോധം, മുസ്ലിം ലീഗ് വിരോധം എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ സംഘടനയുടെയും ജന്മവൈകല്യമാണ്. ഇനി ആ വൈകല്യം മാറും എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നത് മാറുകയാണെങ്കിൽ നല്ല തന്നെയാണ്. പക്ഷെ നടക്കാൻ പോണ കാര്യമില്ല. അങ്ങനെ പാൽപ്പായസം കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മൂപ്പിന് കുറെ മാറിയിരിക്കുന്നു, മൂപ്പിற்கு കുറെ മാറിയിരിക്കുന്നു, അതൊന്നും ഇനിയിപ്പോ ആ പഴയ മാറ്റം വേണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആ മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം ആദ്യം കാണേണ്ടത് പാണക്കാട് സാദാത്യങ്ങളോടുള്ള സമീപനത്തിലാണ്. ഞാൻ ഇന്നിവിടെ പരിപാടി പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തൃശൂർ ജില്ലയിലുള്ള ഒരു യുവപണ്ഡിതൻ രാവിലെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും തിരുവരങ്ങാടി പോകുമ്പോൾ ഒരു കാര്യം നിന്റെ പേരിനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ നമ്മള് കുറച്ച് മുമ്പ് സമസ്ത ഓരോ മേഖലകളിൽ സമ്മേളനം നടത്തിയിരുന്നു. കോഴിക്കോട്ട് സമ്മേളനം, കണ്ണൂരിലെ സമ്മേളനം, അങ്ങനെ തെക്കൻ മേഖലയ്ക്ക് സമ്മേളനം നടത്തി. അന്ന് സമസ്തയുടെ നേതൃത്വത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ സജീവമായി നേതൃത്വം നൽകുന്ന സമയമാണ്. അപ്പൊ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ തൃശൂരിൽ നടക്കുന്ന സമ്മേളനം നടക്കുന്ന സംഘാടകരോട് പറഞ്ഞത്രേ, അവിടുത്തെ സമ്മേളനത്തിൽ നിങ്ങൾ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവിയെ പങ്കെടുപ്പിക്കണം. അപ്പൊ ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ആലപ്പുഴയിലെ വൈലിത്തറയുടെ വീട്ടിൽ ഇവർ ക്ഷണിക്കാൻ ചെന്നപ്പോൾ വൈലിത്തറ പറഞ്ഞു, ആ ദിവസം ഞാൻ നാട്ടിലുണ്ടാവില്ല, തങ്ങളോട് പ്രത്യേകം പറയണം, എനിക്കൊരു വിഷമം പ്രയാസപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. 89-ലുണ്ടായ ആ ഭിന്നിപ്പ് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പ്രയാസവും മനസ്സംഘർഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ രണ്ട് ചേരികളായി പരസ്പരം തമ്മിലടിച്ച് പരസ്പരം പോരടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഐക്യപ്പെടുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. ഞാൻ വേണമെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങിക്കൊള്ളാമെന്നാണ്. അപ്പൊ നമ്മളുടെ ഈ വിഘടിത വിഭാഗത്തെയും സമസ്തയെയും രഞ്ജിപ്പിലെത്തിപ്പിക്കാൻ ആവശ്യമായി ഇദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അപ്പൊ ഈ പോയ ആളുകൾ പറഞ്ഞു, പാണക്കാട് സാദാത്തുക്കളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഏത് മസ്ലഹത്തിനും തയ്യാറാണെന്ന് ശംസുൽ തന്നെ പറഞ്ഞു വെച്ചാൽ, പാണക്കാട് സമസ്തയുടെ മസ്ലഹത്ത് ചർച്ചയിൽ അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? പാണക്കാട് പറയുന്ന അനുസരിക്കണം. പാണക്കാട് എന്ന് പറയുന്ന അനുസരിക്കണം. ആ പാണക്കാട് തങ്ങന്മാരെ ഇയാൾ അനുസരിക്കൂല എന്നുള്ളത്. പാണക്കാട് തങ്ങൾ പറയുന്നത് ഇയാൾ അനുസരിക്കൂല. പാണക്കാട് തങ്ങന്മാരുടെ വിരോധം മാറ്റിവെക്കാത്ത ഒരു അനുരഞ്ജനവും ഒരു യോജിപ്പൊന്നും നമുക്ക് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോ വൈലിത്തറ പറഞ്ഞു, പാണക്കാട് തങ്ങളെ മൂപ്പരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റുകൊണ്ടു. പാണക്കാട് തങ്ങളെ അംഗീകരിപ്പിക്കുന്ന കാര്യങ്ങളേറ്റെങ്കിൽ എന്നാ പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്, എന്നാ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എത്തി. ശിഹാബ് തങ്ങളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ശ്രമം തുടങ്ങുന്നത്, തങ്ങൾ ഇതിന് വേണ്ട സമ്മതം തരണം, തങ്ങൾ ഉദാഹരണം തരണം. അപ്പൊ തങ്ങള് പറഞ്ഞു, ഞാനിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ശ്രമം നടത്തിക്കോ, അല്ല നിങ്ങൾ ക്ഷണിക്കണം, ഇരു കൂട്ടരെയും ഇരുത്താൻ വേണ്ടി, ഒരുമിച്ച് ഇരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ശ്രമം നടത്തണം. അവ തങ്ങൾ പറഞ്ഞു, തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയണം. അപ്പൊ ശിഹാബ് തങ്ങൾ പറഞ്ഞത്ര, നിങ്ങൾ വെറുതെ നടത്തിയാൽ കഴിയും, നിങ്ങൾ വെറുതെ ഈ സമയം കളയണ്ട. അല്ല തങ്ങൾ, എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നടക്കുമെന്ന് എന്നോട് ആലോചിക്കുന്നു. അങ്ങനെ ഇയാൾ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി ഈ ഗാന്ധൂരിക്ക് ബന്ധപ്പെട്ടു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി അദ്ദേഹം വിളിച്ചാൽ ഇരു കൂട്ടരും ഇരിക്കുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കാൻ തയ്യാറുണ്ടോ? ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ ഞാൻ വരുമല്ലോ, എനിക്കൊരു സംശയമില്ല. ശിഹാബ് തങ്ങൾ വിളിച്ചാൽ ഞാൻ വരും. ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ശിഹാബ് തങ്ങളെ മൗലികനൊന്നുകയാണ്. അപ്പൊ വൈലിത്തറ മനസ്സിലാക്കി, ഇതിപ്പോ ഏതായാലും നടക്കാൻ പോവാണ്. വൈലിത്തറ വീണ്ടും പാണക്കാട് തങ്ങളെടുത്ത് വന്നു.
തങ്ങളെ മൂപ്പർ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ശിഹാബ് തങ്ങൾ പറഞ്ഞു അത് നടക്കുന്ന കാര്യമില്ല, എന്നാലും നിങ്ങൾ ശ്രമം തുടർന്നു, നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിഹാബ് തങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, ശിഹാബ് തങ്ങൾ അതിന് സന്നദ്ധനാണ് എന്ന് പറഞ്ഞപ്പോ ഞാനത് ആലോചിച്ച് പിന്നെ പറയാം. ഈ ക്ഷണിക്കാൻ പോയ അതേ പണ്ഡിതന്മാരെ തന്നെ പിന്നീട് ഒരു കല്യാണ വീട്ടിൽ വെച്ചുകൊണ്ട് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത്രേ അവൻ മുനാഫിക്കാണ്, സമ്മതിക്കാൻ മതി. ആ ഐക്യം ഈ സമുദായത്തിന് യാതൊരു ഭയവുമില്ല, അവൻ മുനാഫിക്കാണെന്ന് ഈ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ പാണക്കാട് തങ്ങന്മാരോടും ഈ സാലാത്തുക്കളോടൊക്കെ ഇവിടെയുള്ള സമീപനം ഇതാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് സ്വന്തമായി പള്ളികൾ, സ്വന്തമായി മദ്രസകൾ, സ്വന്തമായി സ്ഥാപനങ്ങൾ എല്ലാമുണ്ട്. എല്ലാം ഒരു ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് അതിന്റെ വഴിക്ക് പോകുന്നു. നമ്മൾ ആരും അതിൽ കയ്യേറാനോ അതിൽ കൈവെക്കാനോ അതിൽ സ്വാധീനിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ പാരമ്പര്യമായി സമസ്ത കേരള ജമീയത്തിലെ അംഗീകരിച്ച് ബഹുമാനിച്ച് പോരുന്ന അത്തരത്തിലുള്ള വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ കണ്ണികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി മദ്രസകളെയും മഹല്ലുകളെയും കയ്യേറാൻ, അവിടെ ദുസ്വാധീനമുണ്ടാക്കിയിട്ട് അവിടെ ഭിന്നിപ്പുണ്ടാക്കാനും ചെയ്തിട്ടുണ്ടാക്കാനും ഇവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശ്രമങ്ങളെ ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. മാത്രമല്ല ഈ ശ്രമങ്ങളിൽ യാതൊരു ബുദ്ധിമിച്ചക്കും നമ്മുടെ സംഘടനാ പ്രവർത്തകർ, പ്രത്യേകിച്ച് മഹല്ല് ഭാരവാഹികൾ ഒരിക്കലും സന്നദ്ധരാവാൻ പാടില്ല. കാരണം അത് അതിന്റെ ഭദ്രതയും അതിന്റെ മഹത്വവും അതിന്റെ എല്ലാ നന്മയും കാത്തുസൂക്ഷിക്കണമെങ്കിൽ അത് പാരമ്പര്യമായി ഏത് വഴിയിലൂടെ സഞ്ചരിച്ചുവോ ആ വഴിയിൽ തന്നെ ഭദ്രമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇവരുടെ ആവശ്യം ഇവിടെ ഒന്ന് കയറിയിരുന്നിട്ട് അവിടത്തെ ചെറിയ ചെറിയ തങ്ങൾക്ക് അനുകൂലമായ സ്പേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. സമസ്ത കേരള ജമീയത്തിനുമൊക്കെ മുകളിൽ, പാണക്കാട് സാദാത്തുകൾക്ക് മുകളിൽ ഒക്കെ കയറി നിന്നിട്ട് ഞാനാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് എന്ന് ഉയർത്തി തീർക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. ഒരുപാട് ശ്രമങ്ങൾ. മഹല്ലുകൾക്ക് സമാന്തരമായിട്ട് വേറെ മഹൽ ഉണ്ടാക്കാൻ നോക്കി, പള്ളികൾക്ക് സമാന്തരമായിട്ട് വേറെ പള്ളി ഉണ്ടാക്കാൻ നോക്കി, മദ്രസക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസ ഉണ്ടാക്കി. മദ്രസ സിലബസ് അതുവരെ മദ്രസ പുസ്തകം കട്ടടിച്ച് പിടിച്ചപ്പോൾ പിന്നെ വേറെ സിലബസ് ഉണ്ടാക്കി. നിസ്കാര പള്ളി വേറെ നിസ്കാര പള്ളി. എവിടെയെങ്കിലും 10 സാധുക്കളോ ദിക്ർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ ദിക്ർ ചെല്ലുന്ന അതേ സമയം നോക്കിയിട്ട് തൊട്ടപ്പുറത്തെ ബിൽഡിംഗിൽ വേറെ ദിക്ർ പള്ളിയത്. എല്ലാത്തിനും സമാന്തരം. മക്ബറക്ക് സമാന്തരമായിട്ട് വേറെ മക്ബറ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇവരതിലേക്കുള്ള പോംവഴി ഏകദേശം രൂപപ്പെടുത്തിയിട്ടുണ്ട്. മക്ബറക്ക് സമാന്തരമായിട്ട് തൊട്ടപ്പുറത്ത് വേറെ നേർച്ചപ്പെട്ടുണ്ടാക്കും, എന്നിട്ട് അവിടെ വേറെ ആണ്ട് നേർച്ച. എല്ലാത്തിനും സമാന്തരമായ പ്രവർത്തനം നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പും ചൂഷണം ഇത് മാത്രം നടത്തി കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിൽ ഭിന്നിപ്പിനും ചേരിതിരിവിനും മാത്രം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട രീതി, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പരിശുദ്ധമായ ദീൻ കടന്നു വന്നത്, പരിശുദ്ധമായ സ്വഹാബത്തിലൂടെ കടന്നു വന്ന ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് 3 വിഭാഗം ആളുകളിലൂടെയാണ്. 3 വിഭാഗം ആളുകളിലൂടെ. ഒന്ന് ആദരണീയരായ സാദാത്തുക്കൾ, മറ്റൊന്ന് ആദരണീയരായ സൂഫിവര്യന്മാർ, മറ്റൊന്നും ആദരണീയരായ പണ്ഡിതന്മാർ, ആലിമീകൾ, ഉഖ്റവിയായ പണ്ഡിതന്മാർ. ഈ 3 വിഭാഗം ആളുകളും അവരുടേതായ 3 രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന കർമ്മം ഇവിടെ ഭംഗിയായി നിർവഹിച്ചു. ആ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവരുടെ ദൌത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വ്യാജന്മാരായ പണ്ഡിതന്മാർ വരും. അതിനെ തിരിച്ചറിയാൻ സമൂഹത്തിന് സാധിക്കണം. സൂഫിവര്യന്മാർ ത്വരീഖത്തിന്റെ ആ വഴികളിലൂടെ ആത്മീയമായ ചൈതന്യത്തിലൂടെ സംസ്കരണത്തിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ദൌത്യം നിർവഹിച്ചുകൊണ്ടിരിക്കും. അവ സ്വാഭാവികമായും ഈ തസൂഫിന് വ്യാജമായ ആളുകൾ കടന്നുവരും. അതിനെ തിരിച്ചറിയാൻ സാധിക്കണം. സാദാത്തുക്കൾ ഇവിടെ നിർവഹിച്ച ദൌത്യം, അവർ വലിയ പ്രഭാഷണം നടത്തിയോ വലിയ ജനകീയരായി അങ്ങനെ രംഗത്ത് വന്നുകൊണ്ടല്ല, അവരുടെ ഒരു നോട്ടം കൊണ്ട്, അവരുടെ സാന്നിധ്യം കൊണ്ട്, അവരുടെ പുഞ്ചിരി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സാദാത്തുക്കൾ. ഈ 3 വഴികളിലൂടെ മുസ്ലിം സമുദായം വളരെ ഭംഗിയായി, വളരെ പവിത്രമായി, വളരെ വിശുദ്ധമായി
എല്ലാ വിശ്വാസവും നേടിയെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ 3 വഴികളെയും അതിന്റെ പരിശുദ്ധമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നവരാരാണ്, ഉൾക്കൊള്ളുന്നവരാരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മുഹ്റബിയായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് സമസ്ത കേരള ജമീയത്തുലമക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ഇതേ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ വ്യാജന്മാർ അവരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനൊന്നടങ്കം വലിയ തോതിൽ അപമാനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സാദാത്തുക്കളുടെ പേരിൽ കേരളത്തിൽ 30 കബീലകളിലൂടെ സാദാത്തുക്കൾ കടന്നു വന്നിട്ടുണ്ട്. അതിൽ 29 യമനിലെ പെരിയമിൽ നിന്ന് കടന്നു വന്ന സാദാത്തുക്കളുടെ പരമ്പര ഒന്ന് മാത്രമാണ്, ബുഖാറ കുടുംബം മാത്രമാണ് ബുഖാറിൽ നിന്ന് കടന്നു വന്നത്. ഈ 30 സാദാത്തുക്കളുടെയും കുടുംബ പരമ്പരയിൽ അവരൊക്കെ കടന്നു വന്ന അവിടെ ദൗത്യ നിർവഹണം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യമായിരുന്നു. സൂഫിവര്യന്മാർ അതത് കാലത്ത് കടന്നു വന്നിട്ടുള്ള തുരീഖത്തിന്റെ മശായിഖന്മാർ ആത്മീയമായ വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് സംസ്കരണത്തിന് നേതൃത്വം കൊടുത്ത മഹാന്മാർ. പക്ഷേ ഈ 3 നേതൃത്വത്തിന്റെയും വിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും തകർത്തുകൊണ്ടുമാണ് ഇവിടുത്തെ മുഴുവൻ അവാന്തര വിഭാഗങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കൂട്ടർ പറയാം തങ്ങന്മാർ പറഞ്ഞ വിഭാഗം തന്നെ ഇല്ല, അതൊക്കെ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ വേര് മുറിഞ്ഞു പോയിട്ടുണ്ട്. അല്ല, അതുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ ഇങ്ങനെ തങ്ങന്മാരെയും സാദാത്തുക്കളെയും പരസ്യമായി വിമർശിക്കാനും തേജോവധം ചെയ്യാനും അവരെ പരിഹസിക്കാനും രംഗത്ത് വരുന്ന ആളുകൾ. ചില ആളുകൾ പറയുന്നു തസവുഫ് ത്വരീഖത്തുകൾ, അങ്ങനെയൊന്നില്ല. അത് ശ്രീനാരായണ ഗുരു, സ്വാമി സത്യസായി ബാബ, ശ്രീ രവിശങ്കർ എന്നൊക്കെ പറയുന്ന പോലെ ഷെയ്ഖ് മുഹമ്മദ്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നതിനേക്കാൾ അപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹാസ്യമായി ചിത്രീകരിക്കുന്ന ആളുകൾ. അല്ല, ത്വരീഖത്തുകളുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ എല്ലാ ത്വരീഖത്തുകളെയും എതിർക്കുന്ന ഒരർത്ഥത്തിൽ ബിദഈ പ്രസ്ഥാനത്തിന്റെ ദൗത്യം സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പന്മളയോ പോലെയുള്ള ആളുകളെ ദൗത്യങ്ങൾ ഒരു ഭാഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സൂഫിവര്യന്മാർ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇങ്ങനെ തച്ചുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. മുഹ്റബിയായ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടും അവരെക്കെതിരെ തേജോവധം ചെയ്തുകൊണ്ടും അവരെ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തി കാണിക്കാനും അവരെ കൂച്ചുവിലങ്ങടാനും വൃത്തികെട്ട വഴികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ നമ്മൾ കൃത്യമായി അന്വേഷിക്കുമ്പോഴും തിരിച്ചറിയുമ്പോഴും അവിടെയാണ് സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യമാകുന്നത്. സമസ്തത്തിന് നേതൃത്വം കൊടുക്കുന്നത് മഹാനായ കോയക്കുട്ടി ഉസ്താദും ഷംഷീർ ഉസ്താദുമാണ്. കോയക്കുട്ടി ഉസ്താദ് ആരെയൊക്കെ ഷെയർ വാങ്ങിയിട്ടില്ല, ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയല്ല, ആരത് നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല, മുമ്പിற்கு ഏർപ്പാടുമില്ല. ആ മനുഷ്യനിരിക്കുന്നത് സ്വന്തം വീട്ടു മുമ്പിൽ 10-35 വർഷമായി ഒരു കബറുണ്ടാക്കിയിട്ട് ആ കബറിലേക്ക് നോക്കിയിട്ട് എനിക്ക് നാളെ കിടക്കാനുള്ള ഭവനമാണ് എന്ന ചിന്തയോടുകൂടി ദിക്റുകളുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ആ നേതാവാണ് സമസ്ത കേരള ജമീയത്തുലമക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞകാല തലമുറയിൽ സമസ്ത കേരള ജമീയത്തുലമക്ക് നേതൃത്വം കൊടുത്ത വരക്കലുമില്ല കോഴത്തങ്ങൾ മുതൽ അടുത്ത കാലത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ മഹാനായ പാറന്നൂർ ഉസ്താദ് വരെ നീണ്ടു നിൽക്കുന്ന ആ ദീർഘമായ പരമ്പര ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം പറയുന്നില്ല. ഒരൊറ്റക്കായി നമുക്ക് ബോധ്യമാണ്. അവരെല്ലാം ജീവിതകാലത്ത് സമസ്ത കേരള ജമീയത്തുലമയുടെ ആദർശങ്ങൾ പരസ്യമായി പറയാനും പ്രചരിപ്പിക്കാനും രംഗത്ത് വരികയും അതിന്റെ നയനിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാനും അതിന്റെ എതിരാളികളെ ഇരുത്തേണ്ടത് തിരുത്താനും ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അക്ഷരശുദ്ധിയോടുകൂടി ദൃഢമായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞതാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ചരിത്രം. ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ ആളുകൾ പോലും അവരുടെ ജീവിതം മാത്രമല്ല മരണവും അവർ നിലനിന്ന പ്രസ്ഥാനവും ആദർശവും സത്യസന്ധവും വിശുദ്ധവുമാണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. സമസ്ത കേരള ജമീയത്തുലമയുടെ ഒരു പണ്ഡിതനും മരണപ്പെട്ടപ്പോ നിങ്ങൾക്കാർക്കും ഞങ്ങളെ നേതാവിനെ കാണിച്ചില്ല എന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഞാനിത് കളിയാക്കാൻ വേണ്ടി പറയല്ല, പരിഹസിക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ അത് വലിയ ആലോചിക്കേണ്ട സംഗതിയാണ്.
ആലോചിക്കേണ്ട സംഗതിയാണ്, ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട സംഗതിയാണ്. നാളെ മരണപ്പെട്ടു പോകണം, എനിക്കും ഒരു ഖബർ ജീവിതമുണ്ട്, എനിക്കും ഒരു വിചാരണ നാളുണ്ട്, എനിക്കും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിനമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഏതെങ്കിലും സത്യവിശ്വാസികൾ അത്തരം മേഖലകളിൽ അത്തരം കൂട്ടത്തുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആലോചിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പണ്ഡിതന്മാർ അവരുടെ ജീവിതവും മരണവും, നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ജീവിതവും മരണവും ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നത് അല്പം കൂടിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രമേൽ വലിയ പാഠവും സന്ദേശവുമാണ് ആ സംഭവങ്ങളിലൂടെയൊക്കെ അവർക്ക് തിരിച്ചറിയേണ്ടി വന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് സംഘടനാ കളിയല്ല, ഇത് സംഘടനാപരമായ പകപോക്കലല്ല, ഓരോരുത്തരുടെയും ആത്മീയവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന തിരിച്ചറിവോടുകൂടി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനാണെന്ന ബോധ്യത്തോടുകൂടി തെറ്റിദ്ധരിച്ചുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരണമെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് പുനരാലോചന നടത്തേണ്ടത്, വളരെ ഗൌരവപൂർവ്വം പുനരാലോചന നടത്തേണ്ടത് അവനവന്റെ സ്വന്തം നഫ്സിന് നന്നായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, വളരെ അപഹസിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രഭാഷണം നടത്തി. അങ്ങനെ ഒരിക്കലും ക്രിസ്ത്യാനിസത്തിനോ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തകർക്കോ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയൊരു സമ്മേളനം നടത്താൻ സാധിക്കാതിരുന്ന ഒരു പ്രദേശത്ത് അതിനുള്ള അവസരം നൽകിയ ബഹുമാനിയായ കാന്തപുര ഉസ്താദിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കളിൽ നിന്ന് ഇനിയും തുടരുമെന്ന് വളരെ സന്തോഷപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകം അഭിവാദ്യം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വേദിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.